മലയാള മാസത്തിലെ 12ാമത്തെ മാസമാണല്ലോ കർക്കിടക മാസം. അതിനെ പഞ്ഞമാസം എന്നും ബ്രാഹ്മണ മാസം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ കനത്ത മഴ ലഭിക്കുന്ന മാസം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ കാലത്ത് കൂടുതൽ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് മരുന്ന് കഞ്ഞിയും നാട്ടുവൈദ്യവും സുഖചികിത്സയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നവധാന്യ കഞ്ഞി അല്ല കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അത് നമുക്ക് രോഗപ്രതിരോധ ശേഷി തരാനും ദഹനശക്തി വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. കർക്കിടക കഞ്ഞിയിൽ പ്രധാനമായിട്ടും 9 ധാന്യങ്ങളാണ്. ഉലുവ, ജീരകം, അജാളി, ഗോതമ്പ്, ഉഴുന്ന്, ചെറുപയർ, മുതിര, കടല, പരിപ്പ്, മുത്താറി ഇതൊക്കെയാണ്. അതുപോലെ അതിൽ ചേർക്കുന്ന പൊടികളെന്ന് പറയുന്നത് കുറുന്തോട്ടി, കരിങ്കുറിഞ്ഞി, ചെറുള, പാൽവള്ളി, ഞെരിഞ്ഞിൽ, അമുക്കുരം, ജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, മല്ലി, ഏലം, കാർഗോലരി, ചെറുപുന്നരി, കുടകപ്പാലരി, വിഴാലരി, മഞ്ഞൾ ഇത്രയും സാധനങ്ങളെല്ലാം പൊടിച്ചിട്ട് ആണ് ഈ ധാന്യങ്ങളുടെ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ പാക്കറ്റിലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും ആയുർവേദ മരുന്നിൻ്റെ ബിസിനസ്സാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പം എനിക്കിത് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉലുവ ഓവർനൈറ്റ് കുതിർത്തിയിടും. 2 സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ഈവനിങ് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ വെള്ളത്തിൽ കുതിർത്തിയിട്ടാൽ മതി. നമുക്ക് ആവശ്യത്തിന് 2 സ്പൂൺ എടുത്തിട്ട് കുതിർത്തിയിട്ടതിന് ശേഷം രാവിലെ ഈ ധാന്യങ്ങളുടെ പാക്കറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിടുക. അത് കഴിഞ്ഞിട്ട് ഈ ഉലുവയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനതെടുത്തിട്ട് ഒരു കലത്തിലേക്ക് ഇട്ടിട്ടാണ് വേവിച്ചത് ബാക്കിയുള്ളത് ചെയ്തത്. പക്ഷെ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, വിട്ടുപോയി. അപ്പം അത് നമ്മൾ ഒരു കാര്യം മറക്കരുത്, നുള്ള ഉപ്പിടുന്നത് നല്ലതായിരിക്കും. പല രീതിയിലായിരിക്കും പലരും ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ രീതി എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാനത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരച്ച് ശർക്കര, ഒരുപാട് ഇട്ടില്ല, ഒരുപാട് മധുരം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരച്ച് ശർക്കരയും ഇട്ടിട്ട് ഈ മരുന്ന് പൊടി 2 സ്പൂൺ ഇട്ടു. ഞാൻ പറഞ്ഞ ഈ മിക്സ് ഉണ്ടല്ലോ അത് 2 സ്പൂൺ ഇട്ടു. അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം പിന്നെ തേങ്ങാപ്പാലിൽ 1-ാം പാലിട്ടിട്ട് അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരുപാട് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഞാനിതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ നല്ല ഒരു ഇതാണ് നമുക്ക് ശരീരത്തിനൊക്കെ. അപ്പം ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു ടേസ്റ്റ് കുറവോ എന്തെങ്കിലും മരുന്നിൻ്റെ രുചി അങ്ങനെയൊന്നും വരുന്നില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.